GCDA ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചന്ദ്രൻപിള്ള, ഇതിപ്പോൾ സംഘാടനത്തിലെ പിഴവാണ് എന്നുള്ള പ്രതികരണം താങ്കളുടെ പ്രതികരണം രാവിലെ തന്നെ വന്നതാണ്. പക്ഷേ ഈ സംഘാടകർ ഈ നിയമങ്ങൾ, ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന അത് GCDA നടത്തേണ്ടതല്ലേ? ഇപ്പോൾ അവിടെ നൃത്തം അവതരിപ്പിക്കാനായി വന്നിരുന്ന നടി കൂടിയായ കൃഷ്ണപ്രഭ ഇപ്പോൾ പ്രതികരിച്ചത് അവിടുത്തെ സ്റ്റേജിൽ പാരിസ് ലക്ഷ്മി നേരത്തെ ഒറ്റയ്ക്കൊരു നൃത്തരൂപം അവതരിപ്പിച്ച ആ സ്റ്റേജ് ഒട്ടും നല്ല ബലമുള്ള സ്റ്റേജ് ആയിരുന്നില്ല. അവരെ സംബന്ധിച്ച് അവിടെ അല്പം ബുദ്ധിമുട്ടുണ്ടായി, സ്ലോപ്പ് ഉണ്ടായിരുന്ന സ്റ്റേജ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നൃത്തപരിപാടി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആര് പരിശോധിക്കും ശ്രീ ചന്ദ്രൻപിള്ള? ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന സംഘടന ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഇത്തരം ബൃഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്ന നിർദ്ദേശമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം അതിനകത്ത് അനുകൂലമായിരുന്നില്ല. കാരണം ഫുട്ബോൾ ടർഫിന് കേടുവരുന്ന ഒരു പരിപാടി അവിടെ ചെയ്യുന്നത് പിന്നീട് ISL പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് കളികൾക്ക് അതിലേക്ക് എത്താം. അപ്പൊ വന്നൊരു നിർദ്ദേശം, ഒരു ടെക്നോളജി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തും പുറത്തും. അതെന്താന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ടൈൽസ്, സൂര്യപ്രകാശം കടന്നു പോകുന്ന ടൈലുകൾ ടർഫിന് മുകളിലിട്ടാൽ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. അത് ഇന്ത്യയിൽ പലതും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് 21 ലക്ഷം രൂപയുടെ കോസ്റ്റ് വരുന്നു. അത് സംബന്ധിച്ച് പോയി. പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾ ടർഫിൽ കയറില്ല, ടർഫിൽ ദിവ്യ ഉണ്ണി മാത്രമേ ഉണ്ടാകുള്ളൂ, അതിന്റെ പെറിഫറിയിൽ മാത്രമേ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അത് അനുവദിച്ചു. അത് ഏറെക്കുറെ നടപ്പാക്കിയിട്ടുണ്ട്. പ്രശ്നം വന്നത് ഞങ്ങളിത് അനുവാദം കൊടുക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് എഗ്രിമെന്റ് ഉണ്ട്, 4 പേജ് വരുന്ന എഗ്രിമെന്റ്. അതിന്റെ ഒരു ഭാഗം ഇന്നിപ്പോൾ പ്രസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സേഫ്റ്റിയും സെക്യൂരിറ്റിയും സംബന്ധിച്ച് കർശനമായ വ്യവസ്ഥകളും അത് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ബന്ധപ്പെട്ട ഏജൻസികളുടെ എല്ലാം അംഗീകാരം മേടിക്കണമെന്നും പറഞ്ഞിരുന്നു. അതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ല, ആ സ്റ്റേജ് കെട്ടിയത് ഈ ചട്ടപ്രകാരമാണോ എന്ന പരിശോധന നടത്തേണ്ടതല്ലേ? അതെ, ഞാൻ പറയട്ടെ. അതിനകത്ത് സ്റ്റേജില് അങ്ങനെ കെട്ടേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. കാരണം VIP പൗര്യന്റെ മുമ്പിൽ വിളക്ക് 5 മിനിറ്റ് നേരത്തേക്കാണ് ആ വിളക്ക് കൊടുക്കുന്ന പരിപാടി വെച്ചത്. അവിടെ ഒരു ആള് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പുതുതായിട്ട് പ്രത്യേകം വെക്കുന്ന കാര്യവും അന്ന് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെ മുൻപോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതിനകത്ത് സാധാരണഗതിയിൽ എടുക്കുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അതിന്റെ പുറത്തേക്കുള്ള ഭാഗത്ത് ബാരിക്കേഡ് ഉണ്ടായിരുന്നു. ആ ബാരിക്കേഡിന് പകരം ഒരു റിബണാണ് വെച്ചത്. അങ്ങനെ വന്ന ആ തിരക്കിലാണ് ഈ സംഗതി ഉണ്ടായതും നിർഭാഗ്യമായ സംഭവം ഉണ്ടായത്. എഗ്രിമെന്റിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമാണിപ്പോ. പോലീസ് അതുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫയർ സർവീസസ്, അതുപോലെ പോലീസ്, ഇവരെല്ലാം ഇതിനകത്ത് എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം പൊതുവിൽ തൃപ്തികരമാണെങ്കിൽ ഈ ലാപ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അനുമതിയൊക്കെ ഉണ്ടായിരുന്നോ? അനുമതിയൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. അനുമതിയൊക്കെ കിട്ടിയിരുന്നു എന്നുള്ളത് ഇനിയിപ്പോ അതൊക്കെ പരിശോധിക്കേണ്ടി വരും. കോർപ്പറേഷൻ അനുമതി വേണം, പോലീസിന്റേത് വേണം, ഫയർ സർവീസിന്റേത് വേണം. ഏതായാലും ചെയ്ത കൺസ്ട്രക്ഷൻ ആവശ്യമുള്ളതായിരുന്നില്ല. ഒരു വിളക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാക്കിയതിനകത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുള്ളതാണ് സംഭവിച്ചത്. അതിപ്പോൾ അന്വേഷണ വിധേയമാണ്. പോലീസിന്റെ അന്വേഷണം വരുന്നുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികളാകെ ചേർന്ന് ഇത് സംബന്ധിച്ച് ധാരണകൾ ഉണ്ടാക്കേണ്ടി വരും. അതിപ്പോ എനിക്ക് പറയാനാവും. ശ്രീ ചന്ദ്രൻപിള്ള, വേറൊരു കാര്യം, താങ്കൾ ആ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നല്ലോ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ താങ്കളുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് ഇരുന്ന ശേഷം എഴുന്നേറ്റ് വരികയായിരുന്നു. എന്റെ അടുത്തേക്കല്ല, എന്നെ വിഷ് ചെയ്തിട്ട് അവർ സജി ചെറിയാൻ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, ഇപ്പുറത്തിരിക്കുന്നത്. സജി ചെറിയാനെ കാണാൻ വേണ്ടി അങ്ങ് നടക്കുമ്പോൾ ആ ബാരിക്കേഡിന്റെ പോലെ വെച്ചിരിക്കുന്ന റിബൺ ബാരിക്കേഡ് MLA കയറി പിടിച്ചു. അപ്പൊ കൈ താഴോട്ട് പോയി, നേരെ താഴേക്ക് വീഴ് ചെയ്തത്. വീണ സ്ലാബിന്റെ മുകളിലാണ്. അതിൽ താങ്ങാൻ പറ്റുമെന്ന് കരുതി പിടിച്ചതാണ്. അതെ അതെ അതെ, അങ്ങനെയാണ് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ദാരുണമായ സംഭവമാണ്. നിങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ആ വീഴ്ച എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണെന്ന് നിങ്ങൾക്കും ബോധ്യമായിട്ടില്ല അല്ലേ? മന്ത്രി സജി ചെറിയാൻ അങ്ങനെയാണ് പറയുന്നത്. ഇല്ലില്ല, അങ്ങനെ ഈ രൂപത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതിനുശേഷവും അവിടെ ആ പരിപാടി വേഗം നടത്താനുള്ള രൂപത്തിലേക്ക് ആ സംഘാടകർ പോയത് ശ്രീ ചന്ദ്രൻപിള്ള. അവിടെ ഒരു സംഗീത പരിപാടി, ആ പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അത് നിർത്താൻ അവിടെ വന്ന ആ ദൃശ്യം, ഈ MLA വീഴുന്നത് കണ്ട രക്ഷിതാക്കൾ തന്നെ പറയുന്നു ആ പാട്ട് വെക്കല്ലേ എന്ന് പറയുന്നു. പക്ഷേ ആ പരിപാടിയായിട്ട് അവർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിലൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ടായിരുന്നില്ലേ താങ്കൾ? അതൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിച്ചതാണ്. പരിപാടി ആകെ 8 മിനിറ്റ് ഉള്ളതാണ്. 8 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെ സംഭവിച്ചത് ഈ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
സ്റ്റേഡിയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സേഫ്റ്റി ഫോൾട്ട് ഉണ്ടെന്ന് ആരും കണക്കാക്കേണ്ടതില്ല, അതില്ല താനും. അല്ല, പക്ഷേ പോലീസ് സുരക്ഷ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്ന് രക്ഷിതാക്കൾ തന്നെ പറഞ്ഞു. ഇത്ര വലിയ വിപുലമായ പരിപാടിയാണല്ലോ, 12,000 കുട്ടികളും അതുകൂടാതെ അവരുടെ രക്ഷിതാക്കൾ, വേറെ അതുകൂടാതെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അത് ആ പ്രതികരണങ്ങളെല്ലാം ആളുകളുടെ ഭാഗത്തുള്ളത് കറക്റ്റാണ്. അതൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ശേഷം പുറത്തു വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നേരിൽ നടപടികൾ ഉണ്ടാവും, കേസ് ഉണ്ടാവും, തീരുമാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാതൃകാപരമായിട്ട് ചെയ്യും. നമ്മുടെ അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് ഇനി അവിടെ പരിപാടികൾ കൊടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടേ മുമ്പോട്ട് പോവുള്ളൂ. ഇതിലൊരു ഒരു ചെറിയൊരു വീഴ്ച സംഭവിച്ചു എന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുകയാണ്, അങ്ങനെയാണോ കരുതേണ്ടത്? വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ച ഉണ്ടായില്ലെന്ന് ആരെങ്കിലും അയാൾ കണ്ണുകൂട്ടുന്നതായിരിക്കും. തെറ്റല്ലേ അത്? വീഴ്ച ഉണ്ടായല്ലോ. വീഴ്ച ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടുണ്ട്. വീഴ്ച ഉണ്ടായല്ലോ. ഞാൻ ചോദിക്കുന്നത് GCDയുടെ ഭാഗത്തും അത് മുഴുവൻ പരിശോധിച്ചില്ല. അതായത് കരാറുണ്ട്, ആ കരാർ അവർ പാലിക്കുമെന്ന് നിങ്ങൾ കരുതി, അത് നിങ്ങൾ പരിശോധിച്ചില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കുറച്ചുകൂടി ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ വരുന്ന ഏജൻസിയുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഒരു കരാറാണ്. ആ കരാറിന്റെ ഓരോ ഖണ്ഡികയും ഇതിന് ഫലപ്രദ നടത്തിപ്പിന് വേണ്ടി ഒരു ഡോക്യുമെന്റ് ആണ്. അത് ലംഘിച്ചുകൊണ്ട് നടന്നത് ഇപ്പൊ മനസ്സിലായി. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നും അതിന്റെ കാരണക്കാരാണെന്നും ഇവന്റ് മാനേജ്മെന്റിനെ കൊണ്ട് തന്നെ കേന്ദ്ര സ്ഥാനം നിർത്തിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് പോകും. ആ റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാനാണ്. ഇപ്പൊ അല്ലാതെ ആരെയും പിന്നെ അവർ ചെയ്തില്ല എന്ന് പറയണമെങ്കിൽ കോമ്പറ്റന്റ് ഏജൻസിയുടെ റിപ്പോർട്ട് വരാൻ ചെയ്യട്ടെ. ഏതായാലും സംഭവം കഴിഞ്ഞ് നിർഭാഗ്യകരമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പരിഹാര ക്രിയകളാണ്, മാതൃകാപരമായ നടപടിയാണ്. അത് നമ്മൾ ചെയ്യും. അതിന് അതോറിറ്റികളുടെ നിർബന്ധം സ്റ്റേറ്റ് ഗവൺമെന്റും അതേ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. സംഘാടനത്തിലെ വീഴ്ച താങ്കൾ കൃത്യമായി മനസ്സിലാക്കുന്നു, പക്ഷെ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് നല്ല സംഘാടനമായിരുന്നു എന്നാണ്. ഞാൻ സജി ചെറിയാൻ അത് വേറൊരു ആസ്പെക്റ്റ് ആണ്. അത് ഞാൻ പറയാം. 12,500 കുട്ടികള് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇത്രയും കൃത്യമായ കാര്യം ചെയ്യുന്നത് അവരെ അഭിനന്ദിക്കണം, സല്യൂട്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അതിന്റെ ശോഭ കെടുത്തേണ്ട കാര്യമില്ല. തന്നെയല്ല, ഇത്തരം കൾച്ചറൽ പ്രോഗ്രാംസ് ഇതിനേക്കാൾ കൂടുതൽ ഈ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ആ ദിവസത്തെ എല്ലാ ഹോട്ടലുകളും ബുക്ക് ചെയ്തു പോയി, എല്ലാ വാഹനങ്ങളും എൻഗേജായി പോയി, എല്ലാ ഭക്ഷണശാലകളും ഭക്ഷണം തീർന്നു പോയി. അങ്ങനെ വലിയൊരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ മുൻനിർത്തി അതിന്റെ ആ വലിപ്പവും സാമ്പത്തിക ഊർജ്ജസ്വലതയും ഇല്ലെന്നൊക്കെ കണക്കാക്കുന്നത് തെറ്റായിരിക്കും. ഇതുപോലുള്ള പരിപാടികൾ ഒരുപാട് സാമ്പത്തികമായി, അതായത് ആകെത്തുകയായി ആ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പരിപാടി, ആ പരിപാടിയുടെ സംഘാടകർ ഈ രൂപത്തിലൊരു സ്റ്റേജ് കെട്ടിയതിനെ എങ്ങനെ ന്യായീകരിക്കും ശ്രീ ചന്ദ്രൻപിള്ള? ആരും ന്യായീകരിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ നടപടിക്ക് വിധേയമാകുമെന്ന് പറയുന്നത്. ആരും ന്യായീകരിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ. ശരി, ആ കാര്യത്തിൽ മാത്രം അവിടെ അവർ പൈസ ചുരുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലായി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്ന ആലോചനയിലേക്ക് പോകും. ആ ഒരു പോയിന്റ് കറക്റ്റ് ആണ്. സാമ്പത്തിക നേട്ടത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് വേണം തീരുമാനിക്കാൻ. പക്ഷേ റിപ്പോർട്ട് വരട്ടെ, നമുക്ക് എടുക്കാം. ശരി, വളരെ നന്ദി. ആരെയും രക്ഷിക്കാനോ മനഃപൂർവ്വം കുറ്റപ്പെടുത്താനോ നമ്മൾ നിൽക്കുന്നില്ല. സംഭവിച്ചതിന്റെ ഏത് കാര്യം ഒരു വൈറ്റ് പേപ്പർ ഞങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാണ് GCD എന്നുള്ള നിലയ്ക്ക്. ശരി, അതോറിറ്റി. വളരെ നന്ദി ശ്രീ ചന്ദ്രൻപിള്ള ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.